പ്രൈസ് ദി ലോർഡ്. ഒരുമിച്ച് ദൈവവചനമായി നിൽപ്പാൻ കർത്താവ് ഇന്നും പകലും തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ദൈവവചനം അത് നിർമ്മലവും ശാന്തതയും സമാധാനവും തരുന്നതാ. നനച്ചിരിക്കാത്ത സമയത്ത് ഓളങ്ങളും തിരമാലകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരുമ്പോൾ ശാന്തമെന്ന് തോന്നുന്ന പല ഇടങ്ങളും പ്രതീക്ഷിക്കാതെ പ്രശ്നം കടന്നു വരുമ്പോൾ പ്രതീക്ഷയില്ലാതെയാവുന്നു, പ്രതീക്ഷ നഷ്ടപ്പെടുന്നു. ഇന്ന് സമാധാനമെന്ന് കരുതുന്ന പലതും നാളെ കണ്ണീരായി മാറുന്നു. സുഖദുഃഖം നിറഞ്ഞ ജീവിതത്തില് കഷ്ടതയ്ക്ക് ജീവിതത്തിൽ സ്ഥാനമുണ്ടെന്നും കഷ്ടത വിജയത്തിന് ചവിട്ടുടിയാണെന്നും തെളിയിച്ച ഭക്തന്മാർ ബൈബിളിലുണ്ട്. അതിലൊരു ഭക്തനാണ് ഇയ്യോബ്. വിശ്വസ്ത പുലർത്തിയവനും കരുതലിൽ ഭക്തി തെളിയിച്ചവനും ഒക്കെ ഇയ്യോബ്. ഇയ്യോബിന്റെ കഷ്ടത പ്രത്യാശയാക്കി കർത്താവ് മാറ്റി. ത്വക്ക് ഓരോ വശത്തു നിന്നും ഇളകിക്കൊണ്ടിരിക്കുമ്പോഴും ചോര താഴോട്ട് വീഴുമ്പോഴും 13-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുൻപിൽ തെളിയിക്കും. ഇയ്യോബിൻ്റെ ഒരു വിശ്വസ്തത. പ്രശ്നങ്ങൾ വരുമ്പോൾ ഇയ്യോബിനെ ഓർക്കണം. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ കുടുങ്ങി നമ്മുടെ ഭക്തി നഷ്ടപ്പെടാൻ നമ്മൾ സമ്മതിക്കല്ലേ. ദൈവമായുള്ള കടപ്പാടുകൾ മുറുകെ പിടിച്ച് നിൽക്കണം എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമായുള്ള ബന്ധത്തിൽ നമ്മളായിരിക്കണമെന്നുള്ള ഏറിയ ചിന്ത ഓരോ ദിവസം തോറും നമ്മളെ ഭരിക്കണം. കഠിനമായ കഷ്ടത നേരിട്ട വ്യക്തി, തൻ്റെ എല്ലാ മക്കളും തൻ്റെ മുഴുവനും സമ്പത്ത് നഷ്ടപ്പെട്ടു, വല്ലാത്ത കഠിനമായ രോഗം നേരിട്ടു, എൻ്റെ ഭാര്യ തന്നെ തള്ളിപ്പറഞ്ഞു. പക്ഷെ അപ്പോഴെല്ലാം യോബ് കൂട്ടുപിടിച്ചത് ആരെയാണെന്നറിയാമോ? കർത്താവിനെയാ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ പാട്ട്, നമ്മുടെ ആരാധന, നമ്മുടെ മുട്ടുമടക്കൊക്കെ നമ്മുടെ കഷ്ടതയിൽ നമുക്കൊരു വലിയ ആശ്വാസത്തിന് ഇടയായിത്തീരും. വേദനകളുമൊക്കെ ഇറക്കി വെക്കാൻ ഇയ്യോബ് കൂട്ടുപിടിച്ചൊരു വ്യക്തിയെ കർത്താവാ. നമ്മുടെ വേദനകളും സങ്കടങ്ങളും ഒക്കെ പറയാൻ നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ സമയം മാറ്റി വെക്കാറുണ്ടോ? യേശുവിനോടൊപ്പം നമ്മൾ സങ്കടം പറയാൻ നമ്മുടെ ഭവനത്തിൻ്റെ അകത്ത് ഇടം കൊടുക്കാറുണ്ടോ? ദൈവസന്നിധി സങ്കടം ദൈവത്തോടൊപ്പം ചിലവഴിക്കാറുണ്ടോ? പ്രശ്നങ്ങൾ വരുമ്പോൾ ജീവിതം വേണ്ടാന്ന് തോന്നുന്നവരോട് ഇന്ന് പകൽക്കാലം പറയാം, ഒരല്പസമയം ദൈവസന്നിധി ചിലവഴിച്ചാൽ, ഒരല്പസമയം ദൈവമായുള്ള ബന്ധത്തിൽ ഒന്ന് മുട്ടുമടക്കിയാൽ ഇയ്യോബിനെ പോലെ ആ കഷ്ടത വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി മാറും. യേശുവിനോടൊന്ന് പറയാമോ, എൻ്റെ ജീവിതത്തിലെ സമ്പൽ സമൃദ്ധിയുടെ സമയത്ത് ഇയ്യോബ് പറയാ, ഞാൻ കർത്താവിനെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, എന്നാൽ ജീവിതത്തിൽ എനിക്കുള്ളതെല്ലാം നഷ്ടമായപ്പോൾ, എല്ലാം തകർന്നു പോയപ്പോൾ, എൻ്റെ ഭാര്യ തള്ളിപ്പറഞ്ഞപ്പോൾ, കഷ്ടകാലം എന്നെ പിടിച്ചപ്പോൾ, രാത്രി എൻ്റെ അസ്ഥികളെ തുളച്ചെടുത്ത് കളഞ്ഞപ്പോൾ, ഞാൻ നിലവിളിച്ചപ്പോൾ ഉത്തരം പറയാതിരുന്നപ്പോൾ ഞാൻ എൻ്റെ കർത്താവിനെ കാണുന്നു. ആ കർത്താവിന് സകലവും കഴിയും. കഷ്ടത ചവിട്ടുപടിയായി കണ്ട ഒരു ഭക്തൻ, നടന്നു കയറാനുള്ളൊരു ചവിട്ടുപടി. കഷ്ടത ഒരു ശാപമല്ല. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവഭക്തൻ പരീക്ഷണങ്ങളിലൂടെയും കഷ്ടതയിലൂടെയും കടന്നുപോയി. മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ചെയ്ത ആ കർത്താവ് പറഞ്ഞു, ധൈര്യപ്പെടുവീൻ. ഇന്ന് പകൽക്കാലവും ലോകത്തിൽ നമ്മൾക്ക് കഷ്ടമുണ്ട്, ലോകത്തിൽ നമ്മൾക്ക് വേദനയുണ്ട്, എങ്കിലും കർത്താവ് ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ട്, ധൈര്യപ്പെടുവീൻ, ഞാനോ ലോകത്തെ ജയിച്ചിരിക്കുന്നതേ. ലോകത്തെ ജയിച്ച നമ്മുടെ കർത്താവ്, ആ കർത്താവിൻ്റെ കരങ്ങളിൽ ഇന്ന് പകൽക്കാലവും നമ്മളെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.